മാംഗോ പിക്കിളായത് ഇതിപ്പോൾ 7 days കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലെണ്ണ സെസമി ഓയിൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ഇത് സദ്യക്കൊക്കെ നിങ്ങൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഉണ്ട്, മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കി. അപ്പം ഈ സദ്യക്കും അല്ലാതെയൊക്കെ നിങ്ങൾക്ക് ഈ മാംഗോ പിക്കിൾ കടുമാങ്ങ അച്ചാറില്ലേ അതുണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് പിക്കിളൊക്കെ ഇട്ട്. നമുക്ക് സിമ്പിളായിട്ടുള്ള ഫുഡിനൊക്കെ പറ്റിയതല്ലേ മാംഗോ പിക്കിൾ ഇല്ലേ? സിമ്പിളായിട്ട് ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് പുളിശ്ശേരി തന്നെ, ദാറ്റ്സ് ഇനഫ്. അതും കുറച്ച് പിക്കിള് അല്ലെങ്കിൽ ഇതുപോലെ വെണ്ടയ്ക്ക മെഴുക്ക് വെട്ടി നല്ല വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയ നല്ല റിയലി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് നല്ല ഉപ്പും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് പിന്നെ ഉലുവായും കായും ഒക്കെ നന്നായിട്ടിട്ട് ഉണ്ടാക്കുക. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇടാം. റിയലി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടുമാങ്ങ അച്ചാർ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് സദ്യക്ക് വേണ്ടിയിട്ടോ അല്ലാതെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കടുമാങ്ങ അച്ചാറൊക്കെ മാംഗോ പിക്കിൾ. അപ്പം അതിനായിട്ട് ഞാനൊരു മാങ്ങ എടുത്ത് വെച്ചിരിക്കുന്നു. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ നാട്ടുമാങ്ങയൊക്കെ ഇല്ലേ, അതുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും മാങ്ങ പിക്കിളിനൊക്കെ. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മാങ്ങയ നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. പിന്നെ 2 ഗ്രീൻ ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കറി ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു മാങ്ങ, 2 ഗ്രീൻ ചില്ലി, പിന്നെ ഈ മുളക് എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കൂടുതൽ ഗ്രീൻ ചില്ലിയൊക്കെ ആഡ് ചെയ്യാം. പിന്നെ കറി ലീഫും, പിന്നെ മാംഗോ പിക്കിളിന് ആവശ്യമുള്ള പൊടികൾ എന്ന് വെച്ചാൽ 1 ടീസ്പൂൺ ടർമറിക് പൗഡർ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു മാങ്ങ അരിഞ്ഞ് വരുമ്പോൾ കുറച്ച് കൂടുതൽ കാണും. ഓക്കെ, 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഓക്കെ, കാശ്മീരി ചില്ലി പൗഡർ 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയല്ലേ, എരിവുള്ള മുളക് പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1 ടീസ്പൂൺ ഫെനുഗ്രീക്ക് പൗഡർ ആൻഡ് 1 ടീസ്പൂൺ ഹിഞ്ച്. മാങ്ങാച്ചാറിടാൻ ശരിക്കും ഈ 4 പൊടികളാണ്, ഈ ഉലുവപ്പൊടി, കായം, പിന്നെ ചില്ലി പൗഡർ ആൻഡ് ടർമറിക് പൗഡർ. ഈ ശരിക്കും ഈ ഉലുവയില്ലേ, ഈ ഉലുവപ്പൊടിയും ഈ കായപ്പൊടിയൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ നല്ല മണമായിരിക്കും ഈ മാങ്ങ പിക്കിളിന്. അപ്പോൾ അത് ഇത്തിരി കൂടുതലിട്ടെന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല. എപ്പോഴും നമ്മളത് ഇത്തിരി മുമ്പിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്, മാംഗോ പിക്കിളിനൊരു ടേസ്റ്റ് വരുന്നത്. ഇത്രയും പൊടികളാണ് മാങ്ങ അച്ചാറിന് ആവശ്യമുള്ളത്. പിന്നെ ലാസ്റ്റ് സീസണിങ് ചെയ്യാനൊരു റെഡ് ചില്ലിയും പിന്നെ കുറച്ച് മസ്റ്റാർഡും കടുകും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് വെച്ചാൽ സെസമി ഓയിൽ. ഓക്കെ, ഈ സെസമി ഓയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഈ സാധാരണ പിക്കിൾ ഉണ്ടാക്കുമ്പോൾ സെസമി ഓയിൽ യൂസ് ചെയ്താൽ നല്ലൊരു ഫ്ലേവറൊക്കെ വരും. ഓക്കെ, പിന്നെ നമുക്ക് സാൾട്ട്, ഇത് ഞാൻ സാൾട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ഈ കുറച്ച് സാൾട്ടും വാട്ടറും കൂടെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് വേണമെങ്കിൽ ഈ പിക്കിളിനകത്ത് ഒഴിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാൾട്ട് ഡയറക്റ്റ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്താലും മതി. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സാൾട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഈ മാംഗോ ഒന്ന് കട്ട് ചെയ്തിട്ട്, മാംഗോ ഈ ഗ്രീൻ ചില്ലിയും ഈ കറി ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. കടുക് മാങ്ങയ്ക്ക് വേണ്ടി ഞാൻ നല്ല മാങ്ങ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തിന്നായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് അരിഞ്ഞു വെച്ചേക്കുക. അപ്പം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞൊക്കെ എടുക്കുമ്പം നമ്മൾ ഈ കടുമാങ്ങയൊക്കെ ഇട്ട് വന്ന് നമ്മൾ സെർവ് ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കും. ഇങ്ങനെ ഇപ്പം സദ്യക്കായാലും അല്ലെങ്കിൽ എടുക്കാനൊക്കെ ആയാലും നല്ലൊരു ഭംഗി ഉണ്ടാവും പിക്കിൾ കാണാൻ. ഓക്കെ, അപ്പം ഞാൻ ഈ മാങ്ങ ഇതുപോലെ അരിഞ്ഞു വെച്ചു. പിന്നെ ഇതുണ്ട് ഈ ഗ്രീൻ ചില്ലി ഉണ്ട് ചെറുതായിട്ട് ഇങ്ങനെ, അതും നല്ല ഇതായിട്ട് റൗണ്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചു. പിന്നെ ഞാൻ ഈ കറി ലീഫും ആണെങ്കിൽ ഞാൻ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞിടും. എന്നുവെച്ചാൽ ഈ മാങ്ങയൊക്കെ ചെറുതായിട്ടല്ലേ അരിഞ്ഞ് കിടക്കുക, അതിനകത്ത് ഇങ്ങനെ കറി ലീഫ് വലുതായിട്ട് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതും ചെറുതായിട്ട് അരിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇട്ടൊരു നല്ലൊരു ഭംഗിയായിരിക്കും കാണാനും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ അപ്പോൾ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ട് ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ സെസമി ഓയിലാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത്. സെസമി ഓയിൽ മീൻസ് നല്ലെണ്ണ. ഓക്കെ, അത്
സെസമി ഓയിൽ ഉണ്ടാക്കുമ്പോഴൊരു നല്ലൊരു മണമൊക്കെ ഈ പിക്കിളിന് വരും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്കിനി ഇപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ആദ്യം ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് ഈ നല്ലെണ്ണയില്ലേ, സെസമി ഓയിൽ കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒന്ന് കടുക് വറക്കാനും വേണം, പിന്നെ നമ്മൾ ആ പൊടിയൊക്കെ ഇടുമ്പോൾ ഒന്ന് കുറച്ച് എണ്ണ വേണം, അതുകൊണ്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചത്. എണ്ണ ചൂടാകുക. അപ്പം എന്തേ ഞാൻ ഈ കടുകും മുളക് കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോകും. ഞാൻ ഒരു റെഡ് ചില്ലിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ മാങ്ങ അരിഞ്ഞപ്പോൾ കുറച്ച് ഏറെ ഉണ്ട്, അപ്പം ഞാൻ ഒരു റെഡ് ചില്ലിയും കൂടി ഇട്ട് ഇപ്പം നമുക്കിത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്കിത് പൊട്ടിച്ചെടുക്കാം. ഇത് കടുക് പൊട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് തീ കുറച്ച് വെച്ചേക്കാം. കറി ലീഫിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കറി ലീഫ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് അതുകൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഗ്രീൻ ചില്ലി അരിഞ്ഞ് വെച്ചിട്ട് അതുകൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഗ്രീൻ ചില്ലി എല്ലാം ഇട്ടു. ഇനി നമുക്ക് ആ ഉലുവാപ്പൊടി ഇല്ലേ, ഉലുവാപ്പൊടിയും കായം കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഫ്ലെയിം വേണ്ട. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഈ ഉലുവാപ്പൊടി ഇടാൻ പോവാം. ഉലുവാപ്പൊടിയും ഈ കായവും കൂടി ഇട്ട് കൊടുക്കാൻ പോവാം. ഈ കായം, ഹിഞ്ചും ഫെനുഗ്രീക്ക് പൗഡർ കൂടി ഇട്ട് കൊടുത്തു. ഓക്കെ, ഹിഞ്ച് പൗഡർ ആൻഡ് ഫെനുഗ്രീക്ക് പൗഡർ ഇട്ട് കൊടുത്തു. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 1/2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ചൂടാക്കുക. എന്നിട്ട് നമുക്ക് മുളക് പൊടിയും ടെർമറിക് പൗഡർ ഇല്ല, ചില്ലി പൗഡറും ടെർമറിക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുക. ഓക്കെ, ഇപ്പം എണ്ണ ചൂടായിട്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ വെച്ചിരുന്നാൽ മതി, ഫ്ലെയിം വേണ്ട. ഓക്കെ, ഞാൻ കാശ്മീരി ചില്ലി പൗഡറും മറ്റേ ചില്ലി പൗഡറിൽ എരിവുള്ള മുളക് പൊടിയും കൂടി രണ്ടും ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആ ടെർമറിക് പൗഡർ കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ടെർമറിക് പൗഡർ കൂടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകും. ഇത് അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞാൽ ഞാൻ ഓൾറെഡി സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, ഇതിപ്പം ഞാനിങ്ങനെ മിക്സ് ചെയ്തു. ഇനി നമുക്ക് സാൾട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് ഞാനിപ്പം ഇതിനകത്ത് സാൾട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് സാൾട്ട് വേണമെങ്കിൽ ഞാൻ ലിക്വിഡ് ആക്കിയ സാൾട്ട്, ഇത് ഹോട്ട് വാട്ടറിൽ സാൾട്ട് കൂടെ ഇട്ടിട്ട് ബോയിൽ ചെയ്ത് വെച്ചതാ. ഇത് സാൾട്ടും. ഓക്കെ, ഞാൻ കുറച്ച് സാൾട്ട് ഇട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇത് വേണമെങ്കിൽ ഒഴിക്കാം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് പിങ്ക് സാൾട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിങ്ങനെ പിങ്ക് കളറിലിരിക്കുന്നത്. ഞാനൊരു ഇത്തിരി ലിക്വിഡ് കൂടെ ഒഴിക്കാൻ പോകുന്നതിനകത്തോട്ട്. ഞാനൊരു ഇത്തിരി ലിക്വിഡ് സാൾട്ട് കൂടെ ഒഴിക്കാൻ പോവാം. ഓക്കെ, കോൾഡ് വാട്ടറിലല്ല സാൾട്ട് ഞാൻ എടുത്തത്. ഞാൻ പറഞ്ഞല്ലോ ഹോട്ട് വാട്ടറിൽ ഞാനത് ബോയിൽ ചെയ്ത് വെച്ച സാൾട്ടാണ്. കോൾഡ് വാട്ടർ ഒന്നും ഇതിനകത്തോട്ട് എടുത്ത് ഒഴിക്കുകയൊന്നും ചെയ്യില്ല. ഓക്കെ, കോൾഡ് വാട്ടർ ഒഴിച്ച് ഇത് വേഗത്തിൽ ഇങ്ങനെ ഫംഗസ് പിടിക്കുകയൊക്കെ ചെയ്യും. ഞാൻ കുറച്ചുകൂടി ഈ സാൾട്ടില്ലേ, ഇത് കുറച്ചുകൂടി ആഡ് ചെയ്യാൻ പോവാം. മാങ്ങയ്ക്ക് സാൾട്ട് വേണമല്ലോ. ഇതിങ്ങനെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്താലും ചെറിയ ചൂട്, നമ്മൾ കടുക് വറുത്തതും ആ പൊടിയൊക്കെ വറുത്തതിൻ്റെയൊക്കെ ഉണ്ട് ചെറിയ ചൂട്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കുറവാണെങ്കിൽ, ഇപ്പം മുളക് പൊടിയോ ഉലുവായോ മറ്റേ ഹിഞ്ചില്ലേ കായൊക്കെ കുറവാണെന്ന് തോന്നുന്നെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഒരു ഇത്രയും കൂടെ മുളക് പൊടി ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഓക്കെ, വേണമെങ്കിൽ ആഡ് ചെയ്യാം ഈ സമയത്ത്. വേണമെങ്കിൽ ഒരു നുള്ളിൽ ഹിഞ്ച് പൗഡർ കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഈ കായപ്പൊടി മുമ്പ് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് ഈ കടുക് മാങ്ങയ്ക്ക്. അതുകൊണ്ട് കുറച്ച് ഹിഞ്ച് ഇട്ടു. ഞാൻ കുറച്ച് ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടത്.
മറ്റേ എരിവുള്ള മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ അല്ലേ എരിവുള്ള മുളക് പൊടി ഇട്ട്, അത് മതി. ഒത്തിരി മറ്റേതാകുമ്പം ഇത്തിരിയുടെ കളറ് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. പിന്നെ എന്താ പറയുന്നത്, കുറച്ച് ഹിഞ്ചും കായപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എക്സ്ട്രാ അതേ ഉള്ളൂ ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സാൾട്ട് ഇടുക. ലിക്വിഡ് സാൾട്ട് എപ്പോഴും ബോയിൽ ചെയ്ത സാൾട്ട് വാട്ടർ യൂസ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾ ഈ സാൾട്ട് തന്നെ. ഞാൻ കൂടുതലും ഈ സാൾട്ടായിട്ട് ഒരു നുള്ളിൽ ഞാൻ ലിക്വിഡ് ഒഴിച്ചതേ ഉള്ളിനകത്ത്. ഇത് അങ്ങനെ കടുകുമാങ്ങ റെഡി ആയിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തത് കുറച്ച് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കായം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ സാൾട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല റിയലി യമ്മി ആയിട്ടുള്ളൊരു കടുമാങ്ങ റെഡി ആയിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നമ്മളിപ്പോൾ സദ്യക്കൊക്കെ വിളമ്പി കൊടുക്കാനായാലും. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലൊരു നല്ല റിയലി ടേസ്റ്റി ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ പോലെയൊക്കെ എല്ലാം ഇടുക. കായവും ഉലുവ, മുളക് പൊടി, ടർമറിക് പൗഡറും ഒക്കെ ഇട്ട് ഞാൻ പറഞ്ഞ പോലെയൊക്കെ പൊടികളൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടൊരു കടുമാങ്ങ നിങ്ങൾക്കും ഉണ്ടാക്കാം. ഞാൻ ഒരു ചെറിയ ഭരണിയിലോട്ട് ഇതെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ ചെറിയ മാങ്ങയില്ല, നാട്ടുമാങ്ങ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും കടുമാങ്ങ ഇടാൻ. ശരിക്കും ഇതിപ്പോൾ എനിക്ക് നാട്ടുമാങ്ങയൊന്നുമല്ല, എനിക്ക് കിട്ടിയൊരു മാങ്ങ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. നിങ്ങളിങ്ങനെ അരിയുമ്പോൾ നല്ല ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അരിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. കടുമാങ്ങ ഒക്കെ സെർവ് ചെയ്യുമ്പോൾ സദ്യക്കോ അല്ലാതെയൊക്കെ സെർവ് ചെയ്യുമ്പോൾ കാണാനൊക്കെ നല്ല ഒരു ഭംഗിയായിരിക്കും. ഇതുപോലെയൊക്കെ ചെയ്താൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇടുമ്പോൾ എന്തെങ്കിലും കുറവ് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കടുക് വറുത്തിട്ട് നമ്മളിത് മാങ്ങ ഇടത്തില്ലേ, ഇട്ടിട്ടും എന്തെങ്കിലും ഇപ്പം എരിവോ അല്ലെങ്കിൽ ഉലുവ കായൊക്കെ കുറവായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതെല്ലാം ഇതിനകത്തോട്ട് എടുത്തിട്ടെ. അതേപോലെ ഡ്രൈ ആയിട്ടുള്ള, ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ വേണം എപ്പോഴും പിക്കിളൊക്കെ ഇട്ട് വെക്കാനൊക്കെ, അല്ലെങ്കിൽ ഫംഗസൊക്കെ പിടിക്കും ഇതിനകത്ത്. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡീഷണലായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാങ്ങയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. സദ്യക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് 1 വീക്ക് ബിഫോറൊക്കെ ഉണ്ടാക്കി വെച്ച് നന്നായിട്ട് പിടിച്ചിരിക്കും. ഓക്കെ, ഈ മാംഗോ പിക്കിളൊക്കെ ഇട്ടിട്ട് ഉടനെ എടുക്കാൻ നോക്കല്ലോ. ഓക്കെ, ഒരു 1 വീക്കൊക്കെ ഇരുന്നിട്ട് അത് പിടിച്ചിട്ടേ എടുക്കാവൂ. ഓക്കെ, ഇത്രയും നേരം നമുക്കിങ്ങനെ ഇതൊരു എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് 1 വീക്ക് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് നോക്കിയത് എങ്ങനെ ഇരിക്കുന്നതെന്ന്. അങ്ങനെ റിയലി ടേസ്റ്റി ആയിട്ടുള്ളൊരു കടുകുമാങ്ങ മാംഗോ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.